അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. അഗാപെ ഷാരോൺ ഫെലോഷിപ്പ് ദൈവസഭയുടെ ഏറ്റവും അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ, സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി, പ്രിയ പൈതൽ, ഇവിടെ ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനിതരായ ദൈവദാസന്മാര്, ദൈവദാസിമാർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും ആത്മീയ ആരാധനയിലേക്ക് ജനത്തെ നയിക്കുകയും ചെയ്ത കർത്താവിൽ ശ്രേഷ്ഠന്മാരായ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. പരിചയമുള്ള സങ്കീർത്തനമാണ് 65-ാമത് സങ്കീർത്തനം. കാണാപ്പാടം അറിയുന്നവരുണ്ട്. നമ്മുടെ സങ്കീർത്തനം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിലും വിശുദ്ധ സഭായോഗങ്ങളിലൊക്കെ ആവർത്തിച്ച് നാം വായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്തോത്രത്തിന്റെ സങ്കീർത്തനമാണ് 65-ാം സങ്കീർത്തനം. തുടങ്ങുന്നത് സ്തുതിയോടുകൂടിയാണ്. യഹോവേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. സ്തുതിയോടുകൂടെ ആരംഭിക്കുന്നതൊന്നും അവൻ വെറുതെ ആയി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തുതിയോട് കൂടെ അവൻ ആരംഭിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, അനുഗ്രഹത്തോടെ അത് അവസാനിക്കൂ. ഒന്നുകൂടെ ആവർത്തിക്കാം. സ്തുതിയോട് കൂടെ ആരംഭിക്കുന്നതൊന്നും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കില്ല. സ്തുതിയോട് കൂടെ ആരംഭിക്കുന്നതിന് അനുഗ്രഹത്തോടെ ആമേൻ പറയുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവം ഒരു പ്രവൃത്തിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ടെങ്കിൽ സ്തുതിയോട് കൂടെയാണ് തുടങ്ങിയതെങ്കിൽ അത് അനുഗ്രഹത്തോടെ മാത്രമേ അവസാനിക്കത്തുള്ളൂ. കുടുംബജീവിതം സ്തുതിയോട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷകൾ സ്തുതിയോട് കൂടിയാണ് തുടങ്ങുന്നതെങ്കിൽ, ഭൗതികമായ ജോലി സ്തുതിയോട് കൂടിയാണ് തുടങ്ങുന്നതെങ്കിൽ, അവൻ എന്തിനേറെ ഒരു ദിവസം തുടങ്ങുന്നത് സ്തുതിയോട് കൂടെയാണെങ്കിൽ അവൻ അത് തീരുന്നത് അവൻ ആനന്ദത്തോടെ അനുഗ്രഹത്തോടെയാണ്. ഈ സങ്കീർത്തനം തുടങ്ങുന്നതും സ്തുതിച്ചുകൊണ്ടാണ്. തുടങ്ങി അവൻ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ഒരു സന്ദർശനം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സാധാരണഗതിയിൽ നാം എല്ലാവരും സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ അവന്റെ തലയിൽ ഇടുത്തി വീഴണേ എന്നുള്ള അർത്ഥത്തിലാണ്. കർത്താവേ, അവനെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ദൈവത്തിന്റെ സന്ദർശനം ഒരിക്കലും പ്രിയരെ ശിക്ഷാവിധിക്കല്ല, തകരാനല്ല, മറിച്ച് ദൈവത്തിന്റെ സന്ദർശനം മുഴുവൻ അനുഗ്രഹിക്കാനാണ്. നന്ദിയോടെ കർത്താവിനെ സ്തോത്രം പറഞ്ഞാലേ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് സന്ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം പറയുക. ദൈവം നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നവനാണ്. ദൈവം നമ്മെ സന്ദർശിക്കുന്നവനാണ്. ദൈവം നമ്മുടെ സഭയെ സന്ദർശിക്കുന്നവനാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവം നമ്മെ വ്യക്തിപരമായി സന്ദർശിക്കുന്നവനാണ്. അവൻ രാത്രി എന്നല്ല, പകലെന്നില്ല, ഏതു സമയത്തും ദൈവത്തിന് നമ്മെ സന്ദർശിക്കാൻ കഴിയും. അവൻ നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം സന്ദർശിക്കുന്നത്, അല്ല ആരാധനയുടെ മധ്യത്തിൽ വെച്ചായിരിക്കാം സന്ദർശിക്കുന്നത്, യാത്ര പോകുമ്പോഴായിരിക്കാം. എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് നമ്മെ സന്ദർശിക്കാൻ കഴിയും. ഒരു കാര്യം ഉറപ്പാണ്, വ്യക്തിപരമായി ദൈവം നമ്മോട് സംസാരിപ്പാൻ ശക്തനായ കർത്താവാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ രണ്ട് കുടുംബങ്ങളെ ദൈവം സന്ദർശിക്കുന്നവനാണ്. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് സന്ദർശിക്കുന്നവനാണ്. ഇന്നലകളിൽ നമ്മുടെ കുടുംബങ്ങളെ ദൈവം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നാളുകളിൽ, ഇന്നുകളിൽ ദൈവം നമ്മെ സന്ദർശിക്കും, നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കും. അവൻ ഏദൻ തോട്ടത്തിൽ കർത്താവ് കുടുംബത്തെ സന്ദർശിപ്പാൻ ഇറങ്ങി വന്ന ഭാഗം നിങ്ങൾക്കറിയാം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം ആദാമും ഹവ്വയും കേട്ടു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. അങ്ങനെയാണ് ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് അവൻ ദൈവത്തിന്റെ സന്ദർശനം കേൾക്കാനായിട്ടുള്ളതാണ്. ഇന്ന് പകലിലും ദൈവത്തിന്റെ സന്ദർശനത്തെ നമ്മുടെ ചെവി കൊണ്ട് കേട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ അതിനകത്തോളം നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇതിനകത്ത് കർത്താവിന്റെ ദാസന്മാർ പാടിയ പല പാട്ടുകളും ഇന്നലകളിൽ ഞാൻ പാടിയ പാട്ട് തന്നെയാണ്. ഇത് വീണ്ടും കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ ആശീർവാദം പറയുന്നതിന് മുൻപേ എന്നോട് സംസാരിക്കാനുള്ളതൊക്കെ എന്റെ ദൈവം എന്നോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവൻ നമ്മോട് സംസാരിക്കുന്നത്, അവന്റെ സന്ദർശനം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറയാം. ദൈവത്തിന്റെ സഭയെ സന്ദർശിക്കുന്ന ദൈവമാണ്. കുടുംബങ്ങളെ സന്ദർശിക്കുന്ന ദൈവമാണ്. ദൈവം വ്യക്തികളെ സന്ദർശിക്കുന്ന ദൈവമാണ്. വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകുക. ദൈവത്തിന്റെ സന്ദർശനം ഒരിക്കലും മരണത്തിനാവില്ല, മറിച്ച് ദൈവത്തിന്റെ സന്ദർശനം മുഴുവൻ ജീവങ്കിലേക്ക് കൊണ്ടുവരാനാണ്. ദൈവം എപ്പോഴൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം മരണം അടിമുടി മാറിയിട്ടുണ്ട്. പകരം മരണത്തിന് പകരം ജീവൻ അയച്ചിട്ടുണ്ട്. അവൻ നിങ്ങൾക്കറിയാവുന്ന ഒരു ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. എടുക്കേണ്ട പറയുന്നത് ഞാൻ തന്നെ വായിക്കാം, ഞാൻ തന്നെ പറഞ്ഞു വിടാം. വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അകത്ത് ഒരു പറ്റം പുരുഷാരം, ഒരു പട്ടണം മുഴുവൻ
അവർ പരസ്പരം സംസാരിക്കുന്ന വാക്കുകളാണ്. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒന്നുകൂടെ പറയാം. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ മധ്യത്തിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു കാര്യം ദൈവം കൊണ്ട് വ്യക്തമായി പറയാം, വിടുതലുകൾ വ്യക്തിപരമായി സംഭവിക്കുന്ന കാര്യമാണ്. വ്യക്തിപരമായി എനിക്ക് ദൈവം വിടുതൽ തരാൻ ശക്തനാണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ദൈവമക്കളുടെ പ്രത്യേകത, വ്യക്തിപരമായി തരുന്ന വിടുതലിന്റെ അപ്പുറത്ത് അതൊരു സഭയ്ക്ക് വേണ്ടി, ഒരു കൂട്ടത്തിന് വേണ്ടിയുള്ള വിടുതലായി അതിനെ ദൈവം മാറ്റും. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിന്റെ ദാസന് വേണ്ടി ദൈവം വ്യക്തിപരമായി ചെയ്തിട്ടുള്ള വിടുതൽ അത് ദൈവ സഭയ്ക്കുള്ള വിടുതലാണ്. എനിക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുള്ള വിടുതൽ എന്റെ കൂട്ടത്തിന് മുഴുവനുമുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുള്ള വിടുതലുകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങുന്നതല്ല, നമുക്ക് മുഴുവനുമുള്ളതാണ്. ഒരു വീട്ടിനകത്തൊരു വിവാഹം നടന്നു കഴിഞ്ഞാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർ ആ വീട്ടിലെ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും അത് അവർക്ക് വേണ്ടി മാത്രമല്ലല്ലോ. രണ്ട് കുടുംബത്തിന് വേണ്ടിയുള്ളതല്ലേ, രണ്ട് സഭയ്ക്കുള്ളതല്ലേ, രണ്ട് സമൂഹത്തിനുള്ളതല്ലേ, അവിടെയുള്ള സകലമായ ആളുകൾക്കുമുള്ളതല്ലേ എന്ന് പറഞ്ഞതുപോലെ വ്യക്തിപരമായി നമുക്ക് വേണ്ടി ചെയ്ത വിടുതലുകൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഭയ്ക്കും കൂടെ ഉള്ളതാണ്. വിശ്വസിക്കുന്നുള്ളത് നീയോടെ കർത്താവിന് സ്വാതന്ത്ര്യം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടുത്തെ വിടുതൽ ഒരമ്മയ്ക്ക് വേണ്ടിയുള്ള വിടുതലാണ്. ഏതാ അമ്മ? നയീനിലെ വിധവയായ അമ്മ. നയീനിലെ വിധവയായ അമ്മയുടെ പ്രത്യേകത, അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരൊറ്റ മകൻ, ഏക മകൻ, ആദിജാതനായ മകൻ അമ്മയിൽ നിന്ന് മാറ്റപ്പെട്ടു, നിദ്ര പ്രാപിച്ചു. ഒറ്റ മകനാണ്, അമ്മയുടെ ഓമന കുട്ടനാണ്, വാത്സല്യപുത്രനാണ്. പക്ഷേ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണം അവനെ കാർന്നു പിടിച്ചു. സഭയോട് ഞാൻ ദൈവനാമത്തിൽ പറയാം, നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങളിൽ ആവർത്തിച്ച് വരേണ്ടുന്ന ഒരു പ്രാർത്ഥനാ വാക്ക് പറയാം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ തലമുറ മരണം വഴി പോകാനിടയാകരുത്. ഒന്നുകൂടെ ആവർത്തിക്കാം, നമ്മൾ ആയുസ്സോടെ ഇരിക്കുമ്പോൾ, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ശവപ്പെട്ടിക്കകത്ത് നമ്മുടെ കുഞ്ഞിന്റെ മുഖം, നമ്മുടെ കുഞ്ഞിന്റെ ശരീരം നമ്മുടെ വീട്ടിൽ കയറാനിടയാകരുത്. അപ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കണം, നമ്മുടെ തലമുറയുടെ നന്മ നമ്മൾ കാണുക തന്നെ ചെയ്യും. ഒന്നുകൂടെ ആത്മാവിൽ അത് പ്രവചനാത്മാവായി വിളിച്ചു പറയാ, നമ്മുടെ തലമുറയുടെ നന്മ നമ്മൾ കാണും. വിശ്വസിക്കുന്ന അമ്മയ്ക്ക് ഏകജാതനായ മകനാണ് അവൻ തന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത്. അവൻ മരണം അറിഞ്ഞ മാത്രയിൽ ഒരു പുരുഷാരം മുഴുവൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. നോക്കിക്കേ, നയീൻ പട്ടണത്തിലേക്ക് നമ്മുടെ കർത്താവ് കയറി വരുന്നത് പുരുഷാരവുമായിട്ടാണ്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. നയീനിലെ ആ ഒരു സംഭവം കൂട്ടിമുട്ടലുകളുടെ ഒരു അധ്യായമാണ്, ഒരു പാരഗ്രാഫാണത്. കൂട്ടിമുട്ടലുകൾ. എന്താ കൂട്ടിമുട്ടലുകൾ? രണ്ട് പുരുഷാരത്തിന്റെ കൂട്ടിമുട്ടലാണ് ആ അധ്യായം എന്ന് പറയുന്നത്. രണ്ട് പുരുഷാരം. ഏതൊക്കെ പുരുഷാരമാ? ഒന്ന് മരണത്തിന്റെ കൂടെയുള്ള പുരുഷാരം, ശവമഞ്ചത്തിന്റെ കൂടെയുള്ള പുരുഷാരം, കരയുന്ന അമ്മയുടെ കൂടെയുള്ള പുരുഷാരം. മറ്റു പുരുഷാരം എന്ന് പറയുന്നത് യേശുവിനോട് കൂടെയുള്ള പുരുഷാരമാണ്, ശിഷ്യന്മാരോട് കൂടെയുള്ള പുരുഷാരം. അപ്പൊ ഒന്നാമത്തെ കൂട്ടിമുട്ടൽ എന്ന് പറയുന്നത് പുരുഷാരങ്ങളുടെ കൂട്ടിമുട്ടലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മറന്നു പോകരുത്. നിങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് ആഴമായി അവൻ എഴുതി വെച്ചതുപോലെ തന്നെ തറവായിട്ട് ഇന്ന് പോകാവുള്ളൂ പ്രിയരെ. രണ്ടാമത്തെ കൂട്ടിമുട്ടൽ എന്ന് പറയുന്നത് രണ്ട് ആദിജാതന്മാരുടെ കൂട്ടിമുട്ടലാണ്. ശവമഞ്ചത്തിൽ കിടക്കുന്ന കുഞ്ഞെന്ന് പറയുന്നത് അമ്മയ്ക്ക് ആദിജാതനാണ്. നടന്നു വരുന്നവനും 33.5 വയസ്സുള്ള അമ്മയ്ക്ക് ആദിജാതനായ മകനാണ്. സ്വത്രം. അങ്ങനെ രണ്ട് ആൺമക്കളുടെ അവൻ മുതിർന്ന ആദിജാതന്മാരുടെ കൂട്ടിമുട്ടലാണ് ആ പുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നത്. മറ്റൊരു കൂട്ടിമുട്ടൽ ജീവനും മരണവും തമ്മിലുള്ള കൂട്ടിമുട്ടലാണ്. മനസ്സിലാകുന്നുണ്ടോ? ജീവൻ അകത്തേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ച മരണം ഇറങ്ങിപ്പോകുന്നതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ജീവൻ നമ്മുടെ അകത്ത് വെളിപ്പെട്ടാൽ മരണത്തിന്റെ യാത്രകൾ അവിടെ അവസാനിക്കും.
നന്ദിയോടെ കർത്താവിന്റെ സ്വന്തം പറഞ്ഞാൽ അവൻ മൂന്നാമത്തെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ജീവൻ മരണവും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. നാലാമത്തെ കൂടിക്കാഴ്ച എല്ലാം പറയാൻ സമയമില്ല. നാലാമത്തെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് മരിക്കാൻ പോകുന്നവനും മരിച്ചിട്ട് എഴുന്നേൽക്കാൻ പോകുന്നവനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കൂടിക്കാഴ്ചകളുണ്ട്. ഒരു ഹോംവർക്ക് ആയിട്ട് തരിക, നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഒരു കാര്യം ഉറപ്പാണ്, രണ്ടായി വന്നവർ ഒറ്റ പുരുഷാരമായി പോകുന്ന കാഴ്ചയാണ് ആ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ പാസ്റ്റർ ഇങ്ങനെ പറയാൻ കാരണം? പറയാം, അവൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാ വിഷയത്തിനകത്തും മറുപടി ലഭിച്ചവരാവില്ല. ചില ആളുകൾ മറുപടി ലഭിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരുണ്ട്. കർത്താവേ, ഇന്നും എന്റെ വിഷയത്തിനകത്ത് മറുപടി ഉണ്ടാകണം, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണം, എന്റെ നിലവിളി അങ്ങ് കാണുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചു വന്നവർ ഇതിനകത്തുണ്ടാകാം. എന്നാൽ ഇതിനകത്തിരിക്കുന്ന കുറച്ച് പേര് ഓൾറെഡി വിടുതൽ പ്രാപിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാകാം. രണ്ടായിട്ട് സഭയ്ക്കകത്ത് വന്നവരോട് പറയാം, അഭിഷിക്തൻ ആമേൻ പറഞ്ഞ് നാം വീട്ടിൽ പോകുന്നതിന് മുൻപ് വിടുതൽ പ്രാപിക്കാൻ വന്നവരും വിടുതൽ അവൻ അനുഭവിക്കുന്നവരും ഒരൊറ്റ വാക്കുകൊണ്ട് പറയണം, ദൈവം ഞങ്ങളെ മുഴുവനും സന്ദർശിച്ചിട്ടുണ്ട്. അമ്മയോടെ കർത്താവിനെ സ്വതന്ത്രം പറഞ്ഞ പ്രിയരേ, വിശ്വസിച്ച് സ്വതന്ത്രം പറയണം. വിടുതൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇന്ന് പകലിൽ ഈ സന്ധ്യയിൽ ദൈവം നമ്മെ സന്ദർശിപ്പാൻ വിശ്വസ്തൻ. അങ്ങനെ ശവമഞ്ചവുമായിട്ട് വരുമ്പോൾ പുരുഷാരത്തിൽ കാണുകയാണ് 7 വിധ സന്ദർശനങ്ങൾ, 7 തരത്തിലുള്ള സന്ദർശനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അക്കമിട്ട് പെട്ടെന്ന് ഓർപ്പിച്ച് വാക്ക് അവസാനിപ്പിക്കേണ്ട ശ്രമപ്പെടുകയാണ്. അവൻ പുരുഷാരവും കർത്താവും കൂടെ കയറി വരികയാണ്. ശാന്തമായിട്ട് കേൾക്കണേ. പുരുഷാരവും കർത്താവും കൂടെ ഇങ്ങനെ നടന്ന് നയിൻ പട്ടണത്തിന്റെ എൻട്രൻസിൽ വരികയാണ്. ദൈവമക്കളോട് പറയാം, ഏതൊരു പട്ടണത്തിനും പുതിയ നിയമകാലമായിക്കൊള്ളട്ടെ പഴയ നിയമത്തിലും ആയിക്കൊള്ളട്ടെ, ഏത് പട്ടണത്തിനും വാതിലുകളുണ്ട്, ഗേറ്റുകളുണ്ട്, എൻട്രൻസുകളുണ്ട്. ആത്മശക്തിയിൽ ആത്മദൃഷ്ടിയിൽ സഭയ്ക്ക് മുൻപിലുള്ള വാതിലുകളെ ആത്മാവിൽ തിരിച്ചറിയണം. Praise the Lord. Praise the Lord. അങ്ങനെയാണെങ്കിൽ സഭയ്ക്കകത്തേക്ക് ജനം വരാതിരിക്കത്തക്ക നിലയിൽ അടയപ്പെട്ട സകല വാതിലുകളും തുറക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വിശ്വാസത്തോടെ നമ്മൾ പറയുന്ന സകല വാക്കുകൾക്കും ശക്തിയുണ്ട്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിനകത്തുണ്ടെങ്കിൽ ആലയത്തിന്റെ അകത്തേക്കുള്ള വരവിനെ തടയുന്ന സകല അധികാരങ്ങളുടെ വാതിലുകളും നമ്മൾ ആരാധിക്കുമ്പോൾ തന്നെ ഉടയപ്പെടുക തന്നെ ചെയ്യും. അന്ന് കർത്താവ് സ്വതന്ത്രം പറഞ്ഞു. അങ്ങനെ പുരുഷാരവുമായി കർത്താവ് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ഒന്നാമത്തെ സന്ദർശനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കർത്താവിന്റെ കണ്ണവളെ കണ്ടു. ഒന്നാമത്തെ സന്ദർശനം ദൈവത്തിന്റെ കണ്ണവളെ കണ്ടു. യേശു അവളെ കണ്ടെന്ന 10,000 സഹോദരിമാരും അമ്മമാരും ഒക്കെ ഇരിക്കെ ദൈവം നമ്മെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ദൈവമക്കൾക്ക് ദൈവം കൊടുത്ത ഭാഗ്യത്തിനാണ് സ്വതന്ത്രം പറയാം. കുവൈറ്റിന്റെ മണ്ണിൽ ലക്ഷക്കണക്കിന് ആളുകൾ പാർക്കുമ്പോ നമ്മെ എന്റെ കർത്താവ് മുന്നമേ കണ്ടു എന്ന് പറഞ്ഞ ആനന്ദത്തോടെ സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? കരയുന്ന ഒത്തിരി അമ്മമാരുണ്ട്. നിലവിളിക്കാനും മാറത്തടിക്കാനും കുഴലൂതാനും നൈനിലെ അമ്മയെ പറ്റി പറഞ്ഞും മകനെ പറ്റി പറഞ്ഞുമൊക്കെ നിലവിളിച്ച് കരയാൻ ഒത്തിരി അമ്മമാരിക്കെ ഒറിജിനൽ അമ്മയെ പട്ടണത്തിന്റെ വാതിക്കൽ വെച്ച് കണ്ടിട്ട് അവളോട് മനസ്സലിഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിലും ദൈവത്തിന്റെ കണ്ണ് നമ്മെ കാണുന്നുണ്ട്. നാം എത്ര മറഞ്ഞിരുന്നാലും അവൻ നമ്മെ കാണാൻ കഴിയും. ഒന്നാമത്തെ സന്ദർശനം അവൻ നമ്മെ കണ്ടു, അവൻ അവളെ കണ്ടു എന്നാണ്. രണ്ടാമത്തെ സന്ദർശനം അവൻ അടുത്തു ചെന്നു എന്നാണ്. അടുത്തു ചെന്നു. എത്ര ഭാഗ്യമല്ലേ! കർത്താവ് അടുത്തു വരിക എന്ന് പറഞ്ഞാൽ ഭാഗ്യം. അടുത്തു വന്നു. മൂന്നാമത്തെ സന്ദർശനം അവന് അവളോട് മനസ്സലിവ് തോന്നി. മനസ്സലിവുള്ള ഏക മനുഷ്യൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. മനസ്സലിവ്. 4 കരയണ്ട എന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോ വിഷയങ്ങളെടുത്ത് വിശദീകരിച്ച് പറയാനുണ്ടെങ്കിലും ആമേ വേഗത്തിൽ മുൻപോട്ട് പോകാം. കരയണ്ട എന്ന് പറഞ്ഞു. പ്രിയരേ, നമ്മളോട് കരയണ്ട എന്ന് പറയാൻ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. മനസ്സിലാവും? സ്വന്തം പറഞ്ഞ എന്താ അങ്ങനെ പറയാൻ കാരണം? പാസ്റ്ററെ, ഒറ്റ കാര്യമേ ഉള്ളൂ. പുറമെ ചിരിച്ചാണെങ്കിലും അകം കരയുന്നത് കാണാൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ. അവനെ പറയാൻ കഴിയൂ, കരയണ്ട.
മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു, 1 അവൻ കണ്ടു, 2 അടുത്ത് ചെന്നു, 3 മനസ്സലിഞ്ഞു, 4 കരകണ്ട എന്ന് പറഞ്ഞു. 5ാമത്തെ സന്ദർശനം അവൻ മഞ്ചത്തെ തൊട്ടു. ആ ഭാഗത്തൊന്നും നിൽക്കുകയാണ്. മഞ്ചത്തെ പിടിച്ചു എന്നല്ല, മഞ്ചത്തെ തൊട്ടു. സ്തോത്രം, സ്തോത്രം. കർത്താവിനെ പിടിക്കാൻ വയ്യേ, കർത്താവിനെ തൊട്ടത്. ദൈവത്തിന് അറിയാം ഇവിടെ എനിക്ക് എന്താ ചെയ്യാനുള്ളതെന്ന്. കർത്താവിന് തൊടേണ്ട സമയത്ത് അവൻ എന്ത് ചെയ്യും? തൊടും. ചില ആൾക്ക് ദൈവത്തിന്റെ ഒരു സ്പർശനം മതി ദൈവത്തിന് പ്രവർത്തിക്കാം. കുടുംബത്തിന്റെ അകത്ത് വലിയ പിടുത്തത്തിന്റെ ആവശ്യമൊന്നും വേണ്ടി വരത്തില്ലെന്ന്, ഒരു ചെറിയ സ്പർശനം മതിയെന്ന് ദൈവത്തിന് നമ്മെ സൗഖ്യമാക്കാൻ. മഞ്ചത്തെ തൊട്ടു. മഞ്ചം ചുമക്കുന്നവർ അവിടെ നിന്നെന്നാണ്. എന്നിട്ട് അവൻ തലമുറയോട് പറയാണ്, എഴുന്നേൽക്കാൻ പറഞ്ഞു. തലമുറ മഞ്ചത്തിൽ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒടുവിലത്തെ സന്ദർശനം അവനെ അമ്മയ്ക്ക് മടക്കി ഏൽപ്പിച്ചു. വാക്ക് അവസാനിപ്പിക്കാൻ പോകുന്നത് മഞ്ചത്തിൽ അധികം നാൾ തലമുറ കിടക്കില്ല. നമ്മുടെ സാമ്പത്തികവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ തലമുറകളെയും മഞ്ചത്തിൽ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുവാൻ ദൈവം മഞ്ചൽ ചുവട്ടുകാരെ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയാ, മഞ്ചൽ ചുവട്ടുകാർ ഇവിടെ നിൽക്കേണ്ട സമയം വിശ്വസിക്കുന്നവരുമായ മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ നിന്റെ ആരോഗ്യത്തെയും നിന്റെ നന്മകളെയും തലമുറകളെയും ചുമന്നുകൊണ്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പഞ്ചത്തിൽ നിന്ന് തലമുറ എന്ത് ചെയ്തു? അമ്മയ്ക്ക് മടക്കി ഏൽപ്പിച്ച സന്ദർശനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ജനം ഒന്നിച്ചൊറ്റ പുരുഷാരമായി നിന്നിട്ട് പറയുന്നു, ഒരു വലിയ പ്രവാചകൻ നമ്മളുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നുവെന്ന്. ഈ സന്ദർശനങ്ങൾ അനുഭവിക്കാത്തവർ എത്ര പേരുടെ ഇതിനകത്ത് ഇല്ല. സകലരെയും ഈ വിധം ദൈവം സന്ദർശിച്ചിട്ടുണ്ട്. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പറയാം, ഇന്നലകളിൽ നമ്മെ സന്ദർശിച്ച ദൈവം ഇന്നും നമ്മെ സന്ദർശിക്കാൻ ശക്തനായ ദൈവമാണ്. ഒറ്റ വാക്യം കൂടെ പറയാം പ്രിയരേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് എടുക്കേണ്ട സമയമില്ല. അവൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ ബാലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ തിരികെ എടുക്കും. അവൻ ബാലിനെ സന്ദർശിച്ചിട്ട് അവൻ വിഴുങ്ങിക്കളഞ്ഞതിനെ തിരിച്ചു കൊണ്ടുവരും. വിഴുങ്ങിക്കളയപ്പെട്ട ആരോഗ്യമുണ്ടല്ലോ, നമ്മുടെ സംവത്സരങ്ങൾ പിശാച് വിഴുങ്ങിയതിനെ ദൈവം സന്ദർശിച്ച് മടക്കി തരുമെന്ന് മനസ്സിലാ. സ്വതന്ത്രം പറയാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ഒരു സെക്കൻഡ് സൂചിയെങ്കിലും മുൻപോട്ട് ചലിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ പിറകിലേക്ക് ചലിപ്പിച്ചിട്ട് നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തൻ. അവൻ ഒന്നുകൂടെ പറയാം, കാലം മുൻപോട്ട് പോയാലും വർഷങ്ങളും മാസങ്ങളും മുൻപോട്ട് പോയാലും കലണ്ടറിലെ ഡേറ്റുകൾ മുൻപോട്ട് പോയാലും വാഗ്ദത്തം വെളിപ്പെടുത്തണം ദൈവം. അവൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ സമയത്തെ പിന്നോട്ടോടിച്ചിട്ട് ദൈവത്തിന് നമ്മുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ ശക്തിയുണ്ട്. അവൻ ബാലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിക്കളഞ്ഞതിനെ മടക്കി തരും. എന്താ വിഴുങ്ങിക്കളഞ്ഞത്? വിഴുങ്ങിയത് കൊല്ലാനാണോ? അല്ല, വിഴുങ്ങി കുറെ നാൾ കഴിഞ്ഞിട്ടേ ചാകത്തുള്ളൂ. നിങ്ങൾ പെരുമ്പാമ്പ് ഇര വിഴുങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? പെരുമ്പാമ്പ് കണ്ടപ്പോൾ പോരാട്ടെ എന്ന് വിചാരിക്കണ്ട. പെരുമ്പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? ഇറച്ചി കഴിച്ചിട്ടുണ്ടോ പെരുമ്പാമ്പിന്റെ? പെരുമ്പാമ്പ് ഇര വിഴുങ്ങി കണ്ടിട്ടുണ്ടോ? ഇര വിഴുങ്ങി വയറ്റി ചെന്നാലും അവൻ വിഴുങ്ങി ഇര ചാകത്തില്ല. വിഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേരുകളുടെ ഇടയിലോ ഈ പാറകളുടെ ഇടയ്ക്കകത്തൊക്കെ എന്ത് ചെയ്യും? നുഴഞ്ഞു കയറും. അങ്ങനെ കയറിയാണ് അകത്ത് വിഴുങ്ങിയ വസ്തുവിന്റെ എല്ലൊടിഞ്ഞ് അസ്ഥി ഒടിഞ്ഞ് ഞുറുങ്ങി എന്ത് ചെയ്യത്തുള്ളൂ? അകത്ത് ആദ്യം മരണമല്ല നടക്കുന്നത്, ആദ്യം വിഴുങ്ങലാണ് നടക്കുന്നത്. മനസ്സിലാവുന്നു? ഇനി ആത്മാവിനെ ദൂത് ഞാൻ വ്യാഖ്യാനിച്ച് പറയാം. പിശാച് വിഴുങ്ങിയിട്ടുണ്ട് പലതിനെയും, അകത്ത് ജീവനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സഭയുടെ അധികാരം കൊണ്ട് വിഴുങ്ങിയതിനെ ദൈവാത്മാവിനെ പുറത്തു കൊണ്ടുവരണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ ഞാൻ വീണ്ടും പറയാം, നടക്കത്തില്ലെന്ന് പറഞ്ഞ് സംവത്സരങ്ങളെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, കുടുംബങ്ങളെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, തലമുറയെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ,
മരിക്കാതെ അതിനകത്ത് കിടക്കുന്ന നന്മകൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സന്ദർശനം കൊണ്ട് ദൈവം മടക്കി തരും. വിഴുങ്ങിയത് മടങ്ങി വരട്ടെ. വിശ്വസിക്കുന്ന അധരം തുറന്ന് അന്യഭാഷകളിൽ ഈ ദൂത് സ്വീകരിച്ചാരാധിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇനി വിഴുങ്ങാൻ ദൈവം അവനെ അനുവദിക്കത്തില്ല. ദൈവത്തിന് സന്ദർശനം ദൈവം അയക്കുവാൻ വിഴുങ്ങിയതിന്റെ ദൈവം ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആലോചിച്ച് നോക്കിയ പ്രിയരേ, എത്ര പ്രാവശ്യം വിഴുങ്ങിയല്ലേ? നമ്മുടെ സ്വസ്ഥത പലപ്പോഴും വിഴുങ്ങിട്ടില്ലേ? വിഴുങ്ങിട്ടുണ്ടോ? ആരോഗ്യത്തെ വിഴുങ്ങിട്ടില്ലേ? സാമ്പത്തികത്തെ വിഴുങ്ങിട്ടില്ലേ? അധ്വാനിച്ചിട്ടും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടുന്ന നന്മ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വർഷങ്ങൾ വിഴുങ്ങിട്ടില്ലേ? സ്തോത്രം. എപ്പോഴൊക്കെ നടക്കേണ്ടുന്ന കാര്യമായിരുന്നു, പക്ഷേ നാളിതുവരെ നടക്കാതെ അവൻ വിടുതലില്ലാതെ വിഴുങ്ങിപ്പോയ മേഖലക്കകത്ത് എന്റെ ദൈവം പറയുന്നു, ദൈവം അവൻ കയറി ചെന്നിട്ട് പാലിൽ ചെന്നിട്ട് പേരിനെ ഞാൻ സന്ദർശിക്കും. തലമുറയെ വിഴുങ്ങാൻ ഭാവിച്ചു നിൽക്കുന്ന, ആരോഗ്യത്തെ വിഴുങ്ങാൻ ഭാവിച്ചു നിൽക്കുന്ന, സ്വസ്ഥതയും സമാധാനത്തിലും സന്തോഷത്തിലും വിഴുങ്ങാൻ ഭാവിക്കുന്ന അവൻ സകല പൈശാചിക ആധികാരങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടുന്ന സത്യമാകട്ടെ. ഒറ്റക്കാര്യം കൂടെ പറയാം. ഒറ്റക്കാര്യം കൂടെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി കൂടുതൽ അങ്ങനെ ഒറ്റക്കാര്യം പറഞ്ഞു നിർത്താന്ന് പറയണ്ട, ഇങ്ങനെ നിർത്തിയാൽ മതി എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലാകത്തില്ല. വാക്ക് അവസാനിപ്പിക്കാം. പെരുമ്പാമ്പ് ഇര വിഴുങ്ങി കഴിഞ്ഞാൽ, ഇര വിഴുങ്ങി കഴിഞ്ഞാൽ, ആടിനെ ആണെങ്കിൽ ആട്, മനുഷ്യനെ ആണെങ്കിൽ മനുഷ്യനെ വിഴുങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ ചെയ്യുന്ന കാര്യം ഇതിന്റെ വാല് പിടിച്ച് കുടയും. വാലെ പിടിച്ച് കുടയും. വേദപുസ്തകത്തിരിക്കുന്ന പേര് മെതിക്കുക എന്നാണ്. മെതിക്കുക. സിംഹത്തിന്മേലും പെരുമ്പാമ്പിനെ മേൽ നീ, ബാലസിംഹത്തിൽ പെരുമ്പാമ്പിനെ നീ മെതിക്കും. സഭയ്ക്ക് അധികാരമുണ്ട്. മെതിക്കാൻ തയ്യാറായാൽ പിശാച് വിഴുങ്ങിക്കൊണ്ട് പോയ സാഗരത്തെ അധികം മടക്കി തരും. യേശുവിന്റെ അധികാരമുള്ള നാം. ഞാൻ നിയോഗപ്രകാരമാണ് ഈ ദൂത് നിങ്ങളുമായി പങ്കുവച്ചത്. വിശ്വസിക്കുന്ന കർത്താവിനെ സ്തുതിച്ചാണ്. സിംഹത്തെ പെരുമ്പാവിനെ നീ വേദിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. 2026 ജൂൺ മാസം അവസാനത്തെ വെള്ളിയാഴ്ച സഭായോഗത്തിൽ അഭിഷിക്തന്മാർ ദൈവമക്കൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദർശനത്തെ നമ്മുടെ സംവത്സരങ്ങൾ അലങ്കരിക്കപ്പെടും. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം അലങ്കോലമാക്കാനാണ്. എന്തൊരു കോലമായത്! ഇങ്ങനെ അലങ്കോലമായി എന്ന് പറയുന്ന സംവത്സരങ്ങളെ ദൈവത്തിന്റെ സന്ദർശനത്താൽ അവൻ അലങ്കരിച്ചു തരും. നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞേ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞേ. അലങ്കരിക്കുക എന്നതിന് മറ്റൊരു പദം, അവൻ കിരീടമണിയിക്കും. 2026 അവൻ അലങ്കരിക്കുന്ന വർഷമാണ്. 2026 ശുശ്രൂഷകളിൽ അലങ്കാരത്തിന്റെ വർഷമാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിന്റെ അലങ്കാരത്തിന്റെ വർഷമാണ്. ദൈവം നമ്മെ കിരീടമണിയിക്കുന്ന വർഷമാണ്. വിശ്വസിക്കുന്ന ദൈവം നമ്മെ സന്ദർശിക്കട്ടെ എന്ന് ഓർപ്പിച്ച് സങ്കീർത്തന പ്രബോധന വാചകങ്ങളിൽ നിന്ന് വിരമിക്കുന്നു. സമയമനുഭവ ദൈവദാസന ദൈവസഭയ്ക്ക് ഹൃദയം തുറന്ന് നന്ദി അറിയിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.